നമസ്കാരം. ടെക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ട PSC പരീക്ഷ ഉദ്യോഗാർത്ഥികളെല്ലാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ അഥവാ ASM പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഹൗ ടു ക്രാക്ക് ദീസ് എക്സാം ഇൻ 50 nights. ഇതിനുള്ള ഉത്തരവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം എക്സാം ഡേറ്റ് എന്നാണെന്ന് നോക്കാം. PSC 2 ഘട്ടങ്ങളിലായാണ് ASM എക്സാം നടത്തുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ 6 ജില്ലകൾക്ക് 2025 ആഗസ്റ്റ് 2-ാം തീയതിയാണ് എക്സാം. പിന്നെ അടുത്തത് കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകൾക്ക് ആഗസ്റ്റ് 9-ാം തീയതിയുമാണ് എക്സാം. അപ്പോൾ 2 എക്സാം ഡേറ്റും നോക്കി വയ്ക്കുക. ആഗസ്റ്റ് 2-ാം തീയതിക്കുള്ള എക്സാമിന് ഇനി 15 ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായ തയ്യാറെടുപ്പ് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം സിലബസിനെ പറ്റി നോക്കാം. അപ്പോൾ ഇതാണ് സിലബസ്. LDC, 10th മെയിൻസ് എന്നീ പരീക്ഷകളുടെ അതേ സിലബസിൽ നടക്കുന്ന പരീക്ഷയാണ് ASM. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് പ്രിലിംസ് എക്സാം ഇല്ല. ഈ ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ജോബ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. ആദ്യഘട്ട പരീക്ഷയ്ക്ക് ഇനിയുള്ളത് വെറും 15 ദിവസമാണ്. അപ്പോൾ ഈ 15 ദിവസം ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ASM എന്ന ജോലി നമുക്ക് സ്വന്തമാക്കാം. 15 ദിവസം കൊണ്ട് ആഴത്തിലുള്ള ഒരു പഠനം നമുക്ക് സാധ്യമാവില്ലെങ്കിലും PSC പരീക്ഷകളിൽ സ്ഥിരം ചോദ്യം വരുന്ന മേഖലകളിലൂടെ നമുക്ക് ഒരു റിവിഷനിലൂടെ സഞ്ചരിക്കാം. അങ്ങനെ കഴിഞ്ഞ പരീക്ഷകളിൽ കൂടുതൽ ചോദ്യം വന്ന മേഖലകൾ ഉൾപ്പെടുത്തി കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് റിവിഷൻ ചെയ്യാം. അതിലൂടെ നമുക്ക് ASM എന്ന പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. GK ഭാഗത്തു നിന്നുള്ള ഹോട്ട് ടോപ്പിക്സാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നിവ കൂടി റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ആശ്രയിക്കാം. അപ്പോൾ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ദിവസേന രാവിലെ, അതായത് ഓഗസ്റ്റ് 9-ന് എക്സാം വരെയും ദിവസേന രാവിലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് വീതം ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആൻസർ കീ വൈകുന്നേരം ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസം 20 ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ദിവസം കൊണ്ട് 300 ചോദ്യങ്ങൾ ഓരോ വിഷയത്തിലും, അതായത് ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷിൽ 300 ചോദ്യം, മലയാളത്തിൽ 300 ചോദ്യം, അതുപോലെ മാത്സിൽ 300 ചോദ്യം നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഇനി ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ കഴിയാത്തവർക്ക് അതാത് ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയി ഇടുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. ഇനി നമുക്ക് ഹോട്ട് ടോപ്പിക്സ് നോക്കാം. ഇതിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ആദ്യം സുപ്രധാന നിയമങ്ങൾ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ സബ്ജക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഫസ്റ്റ് വരുന്നത് വിവരാവകാശ കമ്മീഷൻ, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ വനിതാ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, പോക്സോ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ 10th ലെവലിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഷുവറാണ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തത് വരുന്നത് സാമ്പത്തിക ശാസ്ത്രം. അതിൽ ദേശീയ വരുമാനം, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ. ഈ വിഷയത്തിൽ നിന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ആർട്ടിക്കിളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആർട്ടിക്കിളും അതിൽ വരുന്നതൊക്കെ നമുക്ക് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ, പിന്നെ ഭേദഗതികൾ, സുപ്രീം കോടതി, ഹൈക്കോടതി, രാജ്യസഭ, പ്രസിഡന്റ്, പാർലമെൻറ്റ് എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കണം. അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും. കേരള സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, തണ്ണീർത്തട സംരക്ഷണം, ദുരന്ത നിവാരണം, പിന്നെ കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇത് നോക്കണം. പിന്നെ ചരിത്രം പറഞ്ഞാൽ ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെ കേരളത്തിൽ നടന്ന കുറേ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിലത്തെ ഏതെങ്കിലും പ്രക്ഷോഭങ്ങളെക്കുറിച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഏതെങ്കിലും പ്രക്ഷോഭങ്ങളെക്കുറിച്ചോ അതോ പ്രക്ഷോഭങ്ങൾ തന്നിട്ട് ചേരുംപടി ചേർക്കാനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ പ്രക്ഷോഭത്തിൻ്റെ ഇയർ പഠിച്ചു വയ്ക്കുന്നതെങ്കിലും മസ്റ്റാണ്. അടുത്തത് മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ, അവയെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോൾ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. പിന്നെ 1857 വിപ്ലവം,
അതിനെക്കുറിച്ചിട്ടും ഒരു ചോദ്യം മസ്റ്റാണ്. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നത് UN-ഉം അനുബന്ധ ഏജൻസികളും. UN-ൻ്റെ ഏതെങ്കിലും അനുബന്ധ ഏജൻസികളെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം. ഇതിൽ ഏതെങ്കിലും വിപ്ലവത്തെ കുറിച്ചിട്ട് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് ട്രെൻഡായിട്ട് വരുന്നത് അമേരിക്കൻ വിപ്ലവവും പിന്നെ ഫ്രഞ്ച് വിപ്ലവമൊക്കെയാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കണം. പിന്നെ ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ കാർഷികം. ഇന്ത്യൻ ഭൂപ്രകൃതി പറയുമ്പോൾ ഇന്ത്യൻ നദികളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. പിന്നെ ഇന്ത്യൻ കാർഷികം, പിന്നെ ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, പിന്നെ വേൾഡ് ജോഗ്രഫിയിൽ വരുന്നത് അന്തരീക്ഷ പാളികളും കാറ്റുകളും, അവയെക്കുറിച്ചുള്ള ചോദ്യം ഉറപ്പായിരിക്കും. പിന്നെ അതിൽ മേഘങ്ങൾ, അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ വിട്ടുപോയി, മേഘങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ഇവയെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്തത് കല, കായികം, സംസ്കാരം. അതിൽ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, കായിക പുരസ്കാരങ്ങൾ, പ്രധാന കായിക മത്സരങ്ങൾ, പ്രശസ്തമായ വരികളൊക്കെ, പ്രശസ്തമായ കലാരൂപങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ GK അല്ല കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ആനുകാലികത്തിൽ 20 മാർക്കാണ് നമുക്ക് PSC കൊടുത്തിരിക്കുന്നത്. 20 മാർക്കിന് ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു 15 മാർക്കിനൊക്കെ എന്തായാലും ചോദിക്കുന്നുണ്ടാവും. അപ്പം ISROൻ്റെ റീസെൻറ്റ് ലോഞ്ചസും പിന്നെ ഇപ്പം നമുക്ക് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പുരസ്കാരങ്ങൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാർ, അതുപോലെ പുതിയ നിയമനങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാം. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന പഹൽഗാം ആക്രമണം, അതിനൊക്കെ പറ്റിയിട്ട് ചോദിക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. പിന്നെ ഉച്ചകോടികളും അവരുടെ വേദികളും, കറണ്ട് അഫയേഴ്സ് അപ് ടു July 15th, അതായത് ഇപ്പോൾ August 2 എക്സാം വരുന്ന ആൾക്ക് July 10 അല്ലെങ്കിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ PSC റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു July 15 വരെയെങ്കിലും August 2 എക്സാമിന് പോകുന്നവർ നോക്കി വയ്ക്കണം. പിന്നെ August 9 എക്സാമിന് പോകുന്നവർ July 20 വരെയെങ്കിലും നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത പിന്നെ ജീവശാസ്ത്രത്തിൽ ജീവകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ രോഗങ്ങളും രോഗകാരികളും, ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അടുത്ത ഭൗതിക ശാസ്ത്രത്തിൽ ലെൻസ്, ദർപ്പണം, പിന്നെ ഗുരുത്വാകർഷണ ബലം, പിന്നെ ചലനം, വിവിധതരം ചലനങ്ങളും ചലന നിയമങ്ങളും, താപപ്രേഷണ രീതികൾ ഇവയൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ രസതന്ത്രത്തിൽ ലോഹങ്ങളുടെ സവിശേഷതകൾ, ലോഹ അയിരുകൾ, ആറ്റത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം, ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ, ആവർത്തന പട്ടിക, ഇവയൊക്കെ കുറിച്ചിട്ടാണ് നോക്കി വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും ഹോട്ട് ടോപ്പിക്സാണ് വരുന്നത്. ഇത് കുറച്ചധികം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് 15 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ടോപ്പിക്സ് മാത്രമേ ഇതിലുള്ളൂ. ഇത്രയും ടോപ്പിക്സ് നോക്കി നമുക്ക് കട്ട് ഓഫ് മറികടക്കാം. അപ്പോൾ ആനുകാലികത്തിൽ പിന്നെ ഒഴിച്ചുകൂടാനാകാത്തൊരു കാര്യമാണ് നോബൽ പ്രൈസ്. ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പേപ്പറിലൊക്കെ നോബൽ പ്രൈസ് 2024 നോബൽ പ്രൈസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതും ഡീപ്പായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ പേര് മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോബൽ പ്രൈസ് 2024 നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സുകളുടെ റിവിഷൻ ക്ലാസ്, അതായത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് നാളെ മുതൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് PYQസും നാളെ രാവിലെ മുതൽ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. സോ 15 ദിവസമേ ഇനിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്കുള്ളത് ഒരു ദിവസമാണെങ്കിൽ പോലും അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ASM എന്ന പോസ്റ്റ് നമുക്ക് ഒരുമിച്ച് സ്വന്തമാക്കാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.